നമസ്കാരം. കേരളത്തെ ഞെട്ടിച്ച അല്ലെങ്കിൽ കേരളത്തെ നടുക്കിയ മേപ്പാടി ദുരന്തം നടന്നിട്ടിപ്പോൾ 4ാമത്തെ ദിവസത്തേക്ക് കടക്കുകയാണ്. ഇതിനിടയിൽ ഏകദേശം 330 മൃതദേഹങ്ങളുടെ വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. എന്നാൽ അതിനേക്കാളൊക്കെ എത്രയോ അധികമാണ് അവിടെ ഉണ്ടായിട്ടുള്ള മരണം എന്നുള്ള വിവരമാണ് പുറത്ത്. അത്രയും ഭീകരമായിരുന്നു ആ മലയിടിച്ചിൽ. മുണ്ടക്കൈ ഭാഗത്ത് ഒരുമിച്ച് മുകളിൽ നിന്ന് ഒന്നിച്ച് ഇടിഞ്ഞ് തകർന്ന് കല്ലും മണ്ണും ചളിയും മരങ്ങളും എല്ലാം കുത്തിയൊഴുകി ശരവേഗത്തിൽ പാഞ്ഞു പോവുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു വീടുകളെല്ലാം തന്നെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഈ ദുരന്തമുണ്ടായിട്ടുള്ളത്. ഇന്ന് 4ാം ദിവസത്തേക്ക് കടക്കുമ്പോൾ ഇവിടെ മരിച്ചവരെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് സത്യം. അവിടെയുള്ള ആകപ്പാടുള്ള വീട് എന്ന് പറയുന്നത് 30 വീടുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ പട്ടാളം അറിയിച്ചിട്ടുള്ളത്. പട്ടാളത്തിൻ്റെ എല്ലാ മേഖലകളിലുള്ള തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എല്ലാ ഭാഗത്തെയും എത്തിപ്പെട്ടില്ല. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം, ഒരു ഭാഗത്ത് വീടിൻ്റെ ഉള്ളിൽ നിന്ന് ജീവനുണ്ട് എന്നുള്ള സംശയമാണ് വരുന്നത്. എന്തായാലും അന്ന് രാവിലെ പുലർച്ചയ്ക്ക് ഉണ്ടായിട്ടുള്ള ഈ ദുരന്തത്തിൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള കേട്ടിട്ടുള്ള അറിവുകൾ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോയിട്ടുണ്ട്. മല ഇങ്ങോട്ട് ഒന്നിച്ച് ഇടിഞ്ഞ് വരികയാണ്. ഭൂമി കുലുങ്ങുന്ന രൂപത്തിൽ ആദ്യം വിറയ്ക്കുകയായിരുന്നു ഭൂമി. അവിടെയൊക്കെ ഭയങ്കരമായ ശബ്ദമായിരുന്നു, ഭീകരമായ ശബ്ദം. യഥാർത്ഥത്തിൽ ഈ മലയിടിച്ചിൽ പല മലയിടിച്ചിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ദൃശ്യങ്ങളാണ് തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. പല സ്ഥലങ്ങളിൽ നടന്ന മലയിടിച്ചിലാണ്. അതിൻ്റെ ഭീകര രംഗങ്ങളൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഇവിടെ ഒരേപോലെ 4 ഭാഗത്ത് ഇതേപോലെ തുടർച്ചയായി പൊട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒരു ഗ്രാമം മൊത്തമായിട്ട് ഇല്ലാതെയായി. അവിടെയുള്ള മനുഷ്യരേ ഇല്ല. ആ സ്ഥലത്ത് മുമ്പ് വാസയോഗ്യമായിരുന്നു എന്ന് ഇപ്പോൾ ചിന്തിക്കാനേ പറ്റില്ല. അത്രയും പാറക്കൂട്ടങ്ങളാണ്, ചളിയാണ് അവിടെ ഉള്ളത്. ഒരു പുഴ അതിലൂടെ ഒഴുകി പോവുകയാണ്. ഇത്രയും ഭീകരമായ രംഗങ്ങൾ ലോകത്തിൽ, കേരളത്തിൽ ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. എന്നാൽ ഇത് അല്ല ഇനി വരാൻ പോകുന്നു. ഈങ്കാട്ടും വലിയ ഭീകരമായ ദുരന്തങ്ങൾ വരാൻ പോകുന്നു എന്നുള്ള വിവരങ്ങൾ നമ്മൾ ചിന്തിക്കണം. മുല്ലപ്പെരിയാർ ഡാമൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കാതെ പറ്റില്ല. ചിന്തിക്കാനുള്ള സമയമാണ് ഈ ദുരന്തം വഴി നമുക്ക് തന്നിരിക്കുന്നത്. ഇവിടെ തന്നെ വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുണ്ടെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇന്നലെ തന്നെ പട്ടാളമടക്കമുള്ള ആളുകൾ അവിടെ അവിടെ രക്ഷാപ്രവർത്തകർ ഇത് അന്വേഷിച്ച് പോയി ഈ പൊട്ടിയ ഭാഗത്ത് വരെ എത്തിയപ്പോൾ അവിടെ വീണ്ടും വിള്ളലുണ്ടാവുകയും ചലനമുണ്ടാകുകയും കുത്തി ഒഴുകുന്നതായി ബോധ്യപ്പെടുകയും ചെയ്തപ്പോൾ അവിടെ നിന്ന് മാറുകയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് അവിടെ നിന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അതായത് ഇനിയൊരു വലിയ ദുരന്തമുണ്ടാകാം. ഇനിയും മഴ പെയ്തു കഴിഞ്ഞാൽ ശക്തമായ രൂപത്തിൽ ഇവിടെ ഉരുൾപൊട്ടൽ ഉണ്ടാകാമെന്നാണ് മുന്നറിയിപ്പുകൾ വരുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഇവിടെ വലിയൊരു ഉരുൾപൊട്ടൽ ഉള്ള എല്ലാ സാധ്യതയുമുണ്ടെന്ന് പലരും പറയുന്നു. അതിന് വെള്ളത്തിൽ, അതായത് നദിയിലെ വെള്ളത്തിൽ കഴിഞ്ഞ തവണ വലിയൊരു ശബ്ദമുണ്ടായിരുന്നു തലേ ദിവസം. അതേപോലെയുള്ള ശബ്ദത്തോടുകൂടി വെള്ളം ഒഴുകിപ്പോകുന്നു പുഴയിൽ നിന്നുള്ള വിവരങ്ങൾ വരുന്നു. അതേപോലുള്ള ചലനങ്ങൾ വരുന്നു എന്ന് പറയുന്നു. കനത്ത മഴയാണ് വീണ്ടും വരുന്നത്. ഇപ്പോൾ ഓറഞ്ച് അലർട്ടാണ് വന്നതെങ്കിൽ ഇതേത് സമയത്തും മാറി റെഡ് അലർട്ട് ഉണ്ടാകാം. ഇപ്പോൾ രാഹുൽ ഗാന്ധി അവിടെ സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ദുരന്ത ഭൂമിയിൽ. അദ്ദേഹം ഇന്നലെ വന്നിട്ട് അവിടെ എല്ലാവരെയും സന്ദർശിക്കുകയും ഇന്ന് ആ ദുരന്ത ഭൂമിയിലൂടെ അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയൻ വന്നു, സ്ഥലം വിട്ടു. രാഹുൽ ഗാന്ധി വരുന്നതറിഞ്ഞ് അവിടെ വന്നു, സ്ഥലം വിട്ടു. എന്നാൽ പിണറായി വിജയൻ വന്നത് രാഹുൽ ഗാന്ധി വന്നു കഴിഞ്ഞാൽ അവിടെ പിണറായി വിജയൻ വന്നില്ലല്ലോ എന്നുള്ള അഭിപ്രായം വരും, ആരോപണം വരും. അത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി 2ാമത്തെ ദിവസം പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിയും ആ പ്രദേശത്തു കൂടെ യാത്ര ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ദുരന്തഭൂമിയുടെ യഥാർത്ഥ വിഷ്വലാണ് നമ്മൾ ഇതിലൂടെ കാണുന്നത് എന്നുള്ളതാണ് സത്യം. കാരണം അത്രയും ഭീകരമായി 40 കിലോമീറ്റർ ദൂരത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ആർത്തലർച്ചുകൊണ്ട് ഈ ദുരന്തഭൂമിയിൽ നിന്ന് വെള്ളം കുതിച്ച് പാഞ്ഞത്. കല്ലും മണ്ണും ചളിയും എല്ലാം കൂടിയായി, മരങ്ങളും എല്ലാം കൂടിയായി പോയത് എന്ന് മനസ്സിലാക്കണം. ചാലിയാർ പുഴയിൽ ഇതിനകം 172 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തിരിക്കുന്നത്.
330 മൊത്തം മൃതദേഹങ്ങളിൽ 172 ഇവിടെ നിന്നാണ് കിട്ടിയത്. ആദ്യം 100 പേർ മാത്രമേ മരിച്ചുള്ളൂ എന്നുള്ളതാണ് വിശകലനം ചെയ്തതെങ്കിൽ പിന്നീട് അത് 200ആയി, 300ആയി, ഇപ്പം 400ലേക്കും 500ലേക്കും കടക്കുകയാണ്. അതും മറികടക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം മുണ്ടക്കൈ ഭാഗത്ത് മാത്രം 400ഓളം വീടുകൾ നഷ്ടപ്പെട്ടതായി ഇലക്ട്രിസിറ്റി ബോർഡ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു വീട്ടിൽ ആവറേജ് ഒരു 10ഓ 25ഓ വീടുന്ന ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കാം, ബാക്കി എല്ലാ വീടുകളും തകർന്ന് തരിപ്പണമായി എന്നുള്ളതാണ് സത്യം. ആ തകർന്ന വീടുകൾ പോലും കാണാനില്ല, അത് ഒഴുകിപ്പോയി എന്നുള്ളതാണ് സത്യം. ചില വീടുകൾ മാത്രമാണ് അവിടെ നിലനിൽക്കുന്നത്. അതാണ് നമ്മളെ പേടിപ്പെടുത്തുന്നത്. ആ വീടിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള സംശയത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഉണ്ടെന്നുള്ള ചില സിഗ്നൽ കിട്ടിയെന്നാണ് NDRPFൻ്റെ സംഘം ഇപ്പം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.